ഗോപാലൻ തന്റെ അയൽവാസിയായ ദാമുവിനോടുള്ള വിരോധം തീർക്കാൻ അയാൾ ഒരു കള്ളനാണെന്ന് പറഞ്ഞു പരത്തി. പലരും അത് വിശ്വസിച്ചു. അങ്ങനെയിരിക്കെ ആ ഗ്രാമത്തിൽ ഒരു ധനികന്റെ വീട്ടിൽ മോഷണം നടന്നു. എല്ലാവരും ദാമുവിനെ സംശയിച്ചു. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. എന്നാൽ തെളിവുകളില്ലാത്തതിനാൽ കോടതി അയാളെ വെറുതെ വിട്ടു. പക്ഷേ അയാൾ ഗോപാലനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തു. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതല്ല. ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല യമ്മാനെ. ഗോപാലൻ ജഡ്ജിന്റെ മുന്നിൽ കൈകൂപ്പി. ഒരു കാര്യം ചെയ്യൂ. ഇയാളെക്കുറിച്ച് പറഞ്ഞ അപവാദങ്ങൾ ഒരു പേപ്പറിൽ എഴുതുക. ആ കടലാസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തിരിച്ചു പോകുമ്പോൾ വഴിയിലിടുക. എന്നിട്ട് നാളെ ഇവിടെ ഹാജരാകണം, ജഡ്ജി പറഞ്ഞു. അയാൾ അപ്രകാരം ചെയ്തു. വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്നലെ വഴിയിലിട്ട പേപ്പർ കഷ്ണങ്ങളെല്ലാം പെറുക്കി ഇവിടെ കൊണ്ടുവരണം. പിറ്റേന്ന് ജഡ്ജിന്റെ നിർദ്ദേശം കേട്ട് അയാൾ ഞെട്ടി. അതെങ്ങനെ കിട്ടാനാണ് മാനെ? അതെല്ലാം കാറ്റത്ത് പറന്നു പോയിട്ടുണ്ടാവില്ലേ? അതെ, അതേപോലെ തന്നെയാണ് നിങ്ങൾ ദാമുവിനെ കുറിച്ച് പറഞ്ഞു പരത്തിയ അപവാദങ്ങളും. പല ആളുകളുടെയും കാതിൽ അത് എത്തിയിട്ടുണ്ടാകും. അത് തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുമാണ്. അയാൾക്ക് മാനസികമായും വിഷമവും ഉണ്ടായി. അതുകൊണ്ട് നിങ്ങൾക്ക് തക്കതായ ശിക്ഷ വിധിക്കുകയാണ്. കൂട്ടുകാരെ, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക എളുപ്പമാണ്. ചിലപ്പോൾ തമാശയായിട്ടും കളിയായിട്ടും പരദൂഷണമായിട്ടും നമ്മളിങ്ങനെ പറയുന്നത് അതിനിരയാകുന്നവരുടെ ജീവിതം തന്നെ തകിടം മറിക്കും. ഈ കഥ ഇഷ്ടമായാൽ ഫോളോ ചെയ്യണേ, ലൈക്കും കമൻറ്റും ചെയ്യണേ.